എന്നാ സംഭവിച്ചെന്നറിയോ? ഈമോയുടെ 4th സ്റ്റേജില്, ക്യാൻസറിന്റെ 4th സ്റ്റേജിൽ കിടക്കണ അമ്മ സ്വന്തം മകൻ അർപ്പിച്ച പരിശുദ്ധ കുർബാന ഈശോയുടെ തിരിച്ചിൽ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോ പറയാണ്, അങ്ങനെ ചങ്ക് പൊട്ടി വിളിക്കണം, അപ്പട്ട പറഞ്ഞ് ഈശോ സുഖപ്പെടുത്തണം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അച്ഛന്റെ പൗരോഹിത്യ സ്വീകരണമെല്ലാം കഴിഞ്ഞ് തിരിച്ച് കോഴിക്കോടുള്ള ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അമ്മയുടെ ക്യാൻസർ ഇല്ല, അമ്മയുടെ ട്യൂമർ അപ്രത്യക്ഷമായി 4th സ്റ്റേജിൽ കിടക്കുന്നത് നമ്മുടെ നാട്ടിൽ സംഭവിച്ച കാര്യം. അതാണ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടല്ലേ? ഹല്ലേലൂയ. അതാണ് പരിശുദ്ധ കുർബാനയിൽ, നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈശോ, അതാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും നമ്മുടെ നിയോഗങ്ങളൊക്കെ നമ്മൾ ഈശോയുടെ നേരത്തെ പറയണം. നമ്മുടെ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് റിമോട്ട് പ്രിപ്പറേഷൻ എന്നൊക്കെ പറയും. നമ്മൾ കുർബാനയ്ക്ക് ഒരുങ്ങണം. നമ്മൾ കുർബാനയ്ക്ക് മുമ്പ് ഈശോയുടെ നിയോഗങ്ങളൊക്കെ പറഞ്ഞ് കർത്താവെ ഇന്ന നിയോഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സമർപ്പിച്ചേക്കണം. അതിന്റെ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ ഒറ്റ കോൺസെൻട്രേഷൻ ഈ കാൽവരിയിൽ ഈശോ കടന്നു പോയിട്ടുള്ള അനുഭവങ്ങളെ നമ്മുടെ മനസ്സിൽ ധ്യാനിക്കണം. ആ എക്സ്പീരിയൻസ്, കുർബാന അനുഭവം വേറെ ഒന്നും ചിന്തിക്കാനോ, വേറെ പാട്ടൊക്കെ പാടുന്നുണ്ട് ഇവരെ പിടിക്കുന്ന കോട ഏതാണെന്ന് ആലോചിക്കാനോ ഇതൊന്നും പോണ്ട. ഇവരെ സഹായിച്ചോളും നമ്മള്. അല്ലെങ്കിൽ അച്ഛൻ ഇട്ടേക്കുന്ന ഉടുപ്പിന്റെ ഇതൊന്നും നമ്മൾ അന്വേഷിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ഒറ്റ കാര്യമുള്ളൂ, അത് ഇന്നല്ല എന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും നമ്മൾ ഓർത്തോണം, മിസ്റ്ററീസ്, ദിവ്യ രഹസ്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ ചിന്ത. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളൊക്കെ അങ്ങനെ ചെയ്തവരാണെന്ന് അറിയാം. എങ്കിലും നമ്മുടെ പരിശുദ്ധാത്മാവ് ഒരു തവണ കൂടി ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇനി ഈശോ പരിശുദ്ധ കുർബാന അർപ്പിച്ച രീതി ആണ് നമ്മൾ ഇന്ന് അപ്പം മുറിക്കണതിൽ കാണുന്നത് അല്ലെ. ഈശോ എന്നാ ചെയ്തത്? ഈശോ ഒരു അപ്പം എടുത്തിട്ട് 2 അപ്പവും അല്ല, എത്ര അപ്പം കൊടുത്തേ? 7 അപ്പവും 5 അപ്പവും എത്ര മീനുണ്ടായിരുന്നു? 1/2 കിലോ മീൻ, 2 കിലോ മീൻ, 2 മീനുണ്ടായിരുന്നു. 5 അപ്പവും 2 മീനും ഈശോ കയ്യിലേക്ക് കൊടുത്തു. ഈശോ എന്നാ ചെയ്തേ? ഒരു പ്രത്യേക കാര്യം ചെയ്തു. ഈശോ സ്വർഗത്തിലേക്ക് ഉയർത്തി ആശീർവദിച്ചു, അത് ചെയ്തു. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ചെയ്തു, സ്വർഗത്തിലേക്ക് നോക്കി കണ്ണൊക്കെ, അതെല്ലാം ശരിയാണ്. ഒറ്റൊരു വാക്കുണ്ട്, ആ വാക്കിലാണ് പ്രശ്നം. വാഴ്ത്തി വിഭജിച്ചു, കയ്യിലെടുത്തു, കൃതജ്ഞതാ സ്തോത്രം. അതാണ് പോയിന്റ്. കൃതജ്ഞതാ സ്തോത്രം ചെയ്യുക. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാക്ക് നല്ല സൂപ്പർ വാക്ക്. അതിന്റെ സിമ്പിൾ ആയിട്ട് എന്നാ പറഞ്ഞ നന്ദി കേട്ടോ, വേറെ ഒന്നുമില്ല. ഒരപ്പത്തുണ്ട് കയ്യിലെടുത്തിട്ട് ഈശോ സ്വർഗത്തിലേക്ക് എന്തിനാ നന്ദി പറയണമെന്നറിയാവോ? എന്റെ പിതാവേ, ഈ അപ്പത്തെ ഓർത്ത് നന്ദി കേട്ടോ. പരിശുദ്ധ കുർബാന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? യുക്കറിസ്റ്റിയസ് താങ്ക്സ് ഗിവിംഗ്, നന്ദി അർപ്പിക്കണം. നമ്മള് പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തില് ഇത് അഭിഷേകമാകാത്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. ATM പോലെയാണ്, ഇടുന്നു മേടിക്കും. അതല്ലാതെ നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയുക എന്നുള്ളൊരു വലിയ കടമയുണ്ട് കേട്ടോ. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈശോയ്ക്ക് നിരന്തരം കൃതജ്ഞതാ സ്തോത്രങ്ങളുടെയും സ്തുതികളിലൂടെയും നിങ്ങൾ നിരന്തരം എന്ത് പറയുക? നന്ദി പ്രകാശിപ്പിക്കുക. ഈശോയോട് എന്ത് സംഭവിച്ചാലും. യോഹന്നാൻ 11 ഈശോ ലാസറിന്റെ കുടുംബത്തിൽ നിന്നൊരു പ്രാർത്ഥന ഇടുന്നുണ്ട്. എന്നാന്നറിയോ? പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ എന്നാ പറയുന്നു? ലാസർ ഉയർത്തായിരുന്നോ? നേരത്തെ ഉയർത്തായിരുന്നോ? ശരി, ഉയർത്തോ? ഏറെക്കുറെ അങ്ങനെയാണോ? ലാസർ ഉയർത്തിട്ടില്ല. പക്ഷേ ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്ന ബോധ്യത്തിൽ ഈശോ കുഴിമാടത്തിൽ നിന്ന് പറയാണ്, പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന ശ്രമിച്ചതിനാൽ, അതായത് കർത്താവ് അത് ചെയ്തു തന്നു കഴിഞ്ഞു. പരീക്ഷ ജയിച്ചു കഴിഞ്ഞു, ലോൺ പാസ്സായി കഴിഞ്ഞു, രോഗം സുഖപ്പെട്ട് കഴിഞ്ഞു, പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇത് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കണ്ട് കർത്താവിന് എന്ത് ചെയ്യാണ്? കർത്താവെ, തരാത്തതിന്റെ കണക്കല്ല, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നതിനെ പ്രതിഷേധിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഒറ്റ കാര്യമുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളൊക്കെ കുറ്റക്കാരൻ, നമ്മളൊക്കെ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഈശോയെ നന്ദി, എല്ലാത്തിനും നന്ദി. ഇന്ന് 2 കാലം നിൽക്കണില്ലേ? ഇന്നിവിടെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ? ഇനി പറയോ? കിട്ടാത്തതിനോട് പരാതി പറയോ? ഇല്ല, പറയണ്ട. നമ്മുടെ ജീവിതത്തിൽ അഭിഷേകം പ്രാപിക്കാത്തതിന്റെ കാരണം ഇനി നിങ്ങൾ വലിയ സ്ഥലത്ത് കർത്താവിന്റെ വചനം ഇതാണ്. നമ്മള് അഭിഷേകം പ്രാപിക്കാത്തതിന്റെ ഒരു കാരണം, കുറെ കാരണങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തില്. അതില്
ഒരു ആത്മീയ റീസൺ കാരണം ഇതാണ്, നമ്മൾ നന്ദി പ്രകാശിപ്പിക്കണം. നന്ദി.